ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സുദാസ് ദുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും നല്ല ശക്തമായ മഴ പെയ്തിട്ടും നമ്മളെ ചെടിയിലുള്ള പൂക്കൾ എത്രയാണ്, മാഷാ അല്ലാ. ഒരുപാട് പൂക്കൾ മഴ പെയ്തിട്ടും കണ്ട് ഞാൻ ഇന്ന് കമ്പ് വെട്ടാൻ വേണ്ടി വന്നതാ, ഓർഡർ എടുത്തവർക്ക്. അപ്പോൾ കയറിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, നിറയെ പൂക്കളാട്ടോ. ഞാൻ വീഡിയോ ഇടുമ്പോൾ പറഞ്ഞിരുന്നല്ലോ, ഇതിൽ എന്നും മഴത്തും വെയിലത്തൊക്കെ നല്ല പൂക്കളാണ്. അത്രയും ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇതിൻ്റെ ഒരു ഭംഗി കണ്ടില്ല നിങ്ങൾ? നല്ല റേറ്റ് കൊടുത്തൊരു ചെടി തന്നെയാണ് വാങ്ങിയത്. പക്ഷേ ഇത്ര അധികം പൂക്കളെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. കുറേ വളർന്നും ചെയ്തിരിക്കണം കേട്ടോ പ്ലാന്റ്സ്. പിന്നെ ഞാൻ ഇതും മഹാറാണിയും അടർണി എല്ലാത്തിൻ്റെ കൂടെ ഒരു കോംബോ കിട്ടിയെന്നല്ല. അപ്പം ഇന്ന് ഞാൻ അവർക്കൊക്കെ പ്ലാന്റ്സ് അയക്കാൻ വേണ്ടിയിട്ട് വെട്ടാൻ വേണ്ടി കയറിയതാണ്. അപ്പോഴാണ് ഇതിൽ നിറയെ പൂക്കൾ കണ്ടത്. ഭയങ്കര സന്തോഷമായി. അതേപോലെ നമ്മൾ ഏത് ചെടിയാണെന്ന് അടുത്ത് കാണിച്ചു തരാം കേട്ടോ. അടീനിയം കണ്ടില്ലേ, മഴ പെയ്തിട്ടും നിറയെ പൂക്കളാണ്. ഇനിയിപ്പോൾ നല്ല മഴയാണ് ഇവിടെ. അതിലേറെ പറയാനുള്ളത്, ചെടിയിൽ നിറച്ച് പുല്ലും വന്നിക്കണ്. മഴ പെയ്തപ്പോത്തിനാണ് ഇത്രയധികം പുല്ലും. ഇതൊക്കെ ഇനിയിപ്പോൾ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഇൻഷാ അല്ലാ പുല്ലൊക്കെ പറിക്കണം. കുറച്ച് മഴ കിട്ടിയപ്പോത്തിന് നമ്മളെ ചെടികളൊക്കെ ഒരവസ്ഥയാണ്. ഒരു ഭംഗിയല്ലേ അടീനിയം. അടീനിയം തന്നെ ഒരു സൈഡ് മൊത്തം അടീനിയാണ്. കുറേ കള്ളം കൊണ്ട് ഇതൊക്കെ എടുത്തു കൊടുന്നീന്നല്ലോ, അതിൽപ്പെട്ടതാണ്. ഞങ്ങൾക്ക് ഒന്ന് വിരിഞ്ഞിട്ട് കഴിഞ്ഞാലിട്ട് അറിയുള്ളൂ. പക്ഷെ ഞാനിതൊക്കെ മഴത്ത് തന്നെയാണ് വെക്കൽ. ഒന്നും മാറ്റലൊന്നുമില്ല കേട്ടോ. അടീനിയം ഒന്നും മാറ്റലില്ല. കാരണം മാറ്റാൻ എവിടേക്ക് മാറ്റുമെന്ന് ആലോചിക്കോ. അടീനിയവും അതേപോലെ ബോഗൻവില്ലൊക്കെ ഉണ്ട്. എനിക്കറിയില്ല എല്ലാം പാടെ നമ്മളെവിടെ വെക്കുക എന്നുള്ളത്. അത്രയും പ്ലാന്റ്സ് ഉള്ളതുകൊണ്ടേ ഓരോരോ സൈഡിലിങ്ങനെ വെക്കണം. ഇതൊക്കെ മുകളിൽ ഓപ്പൺ ടെറസിലാട്ടാ. പിന്നെ ഇതിൻ്റെ ഒരു ഭംഗി നോക്കി നിങ്ങൾ. ഇതൊക്കെ ഇപ്പോഴേ ഞാൻ കയറിയപ്പോഴേ കാണുന്നത്. പോണ്ടിച്ചേരിയൊക്കെ പോയി വന്നിട്ടൊന്നും മേലേക്കൊന്നും കയറി ചെടിയൊന്നും നോക്കിയിട്ടില്ല ഇന്നാണ് ഇപ്പോൾ എല്ലാവരും നോക്കണത്, സുന്ദരികളൊക്കെ ഒന്ന്. അപ്പോൾ എത്ര മഴ പെയ്തിട്ടും മാഷാ അല്ലാ ചെടികളൊക്കെ നല്ല പൂക്കൾ. അതേപോലെ ഇത് ഡബിൾ പെറ്റലാണ്, അതിന് വിത്ത് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ കുറേ പണിയെടുക്കാണ്ട് കേട്ടോ. ആകെപ്പാടെ പുല്ല് കൊണ്ട് പൊന്തിയേക്കണം. കുറച്ച് ദിവസം വീട്ടിൽ ഇല്ലാതായപ്പോൾ തന്നെ ചെടികളൊക്കെ എന്താ പറയുക. നിങ്ങളും ഇതുപോലെ തന്നെയാണോ? ചെടികളിൽ പുല്ലൊക്കെ വന്നിട്ടുണ്ടോ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. കുറേയൊക്കെ മഴയിലിതാ സുന്ദരികളൊക്കെ വടിക്കണതൊക്കെ ഒന്ന് വിരിയാനുള്ളതാട്ടോ. അതുപോലെ ഇതൊക്കെ ഉണ്ട് വിരിഞ്ഞ് കഴിഞ്ഞ് കുറേയൊക്കെ ഇതാ വിരിഞ്ഞിങ്ങാണ്ട് കണ്ട വടിക്കണ്. എത്രത്തോളം പണികൾ എടുക്കാനുണ്ടാവും. നോക്കാൻ വയ്യ, അത്രയും പൂക്കളാണ്. അപ്പോൾ ഞാൻ മഹാറാണിയും മിസോളണ്ടൊക്കെ വെട്ടാൻ വേണ്ടി വന്നത്, ഓർഡർ എടുത്തവർക്ക്. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. മഴയത്തും നല്ല ഫ്ലവറിങ് കേട്ടോ.